സർവകലാശാലയിൽ മന്ത്രിമാരുടെയും അവരുടെ ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനം നൽകുന്നത് ശരിയല്ല എന്നുള്ളത് നീതിന്യായ കോടതിയും ഇപ്പോൾ ജനകീയ കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല എല്ലാവർക്കും സർവകലാശാലക്കകത്ത് പോകാനും അതേപോലെ അർഹതയുള്ളവർക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവിധ സമിതികളിൽ സമിതികളിൽ അംഗമായിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFIക്ക് മാത്രമുള്ളതല്ല. SFIയുടെ തറവാട്ട് സ്വത്താണ് കേരളത്തിലെ സർവകലാശാല എന്ന് അവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അർഹതകൾ എല്ലാവർക്കും അവിടെ വിവിധ സമിതികളിൽ അംഗങ്ങളായി മാറാം, യാതൊരു സംശയമില്ല. നിയമം അതിന് അംഗീകാരം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഗവർണർ ചെയ്ത് ശരിയാണ് എന്ന് ജനകീയ കോടതിയും നീതിന്യായ കോടതിയും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഗവർണർക്കെതിരെ SFIയുടെ മുദ്രാവാക്യം എന്താ? ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ്. ഒരു SFI, ഒരു കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഒരു ഗവർണർക്കെതിരെ ഉയർത്തുന്ന മുദ്രാവാക്യം ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പസിനകത്ത് ഗവർണറെ കാലുകുത്തില്ല എന്ന് പറയുന്നത്. തെരുവീഥികളിൽ ആഭാസ സമരം, അക്രമ സമരം അരങ്ങേറുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ എന്താണ് SFIക്ക് പറയാനുള്ളത്? ഗവർണർക്കെതിരെ എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിന് നടത്തിയ നിയമനങ്ങളൊക്കെ നിയമപരമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഗവൺമെൻറ്റാണ് തെറ്റ്, പിണറായി സർക്കാരാണ് തെറ്റ്, പിണറായി വിജയനാണ് തെറ്റ്, മുഖ്യമന്ത്രിയാണ് തെറ്റ് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SFI നടത്തുന്നത് അരാഷ്ട്രീയമാണ്. SFI നടത്തുന്നത് അക്രമസമരമാണ്. അത് അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 2, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഈ ഗവർണറെ പിൻവലിപ്പിക്കണമെന്നാണ്. പക്ഷേ അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയല്ല. അദ്ദേഹത്തിൻ്റെ മക്കളാരും മാസപ്പടി വാങ്ങിയിട്ടില്ല. അദ്ദേഹം ഡോളർ കടത്ത് നടത്തിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിട്ട് അഴിമതി നടത്തിയിട്ടില്ല. പിന്നെ അയാളെന്തിനാ മാറ്റേണ്ടത്? എന്നാൽ ജനങ്ങളും അതോടൊപ്പം BJPയും ആഗ്രഹിക്കുന്നു ഗവർണർ തുടരണം എന്നുള്ളതാണ് കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും ഗവർണർ നിലനിൽക്കണം, ഗവർണർ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്.